ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സർക്കാരുകൾ വിമർശനങ്ങൾക്ക് അതീതരല്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. കാലിക്കറ്റ് പ്രസ് ക്ലബ് മാധ്യമ അവാർഡ് സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയങ്ങളെ വിമർശിക്കണം, ക്രിയാത്മക വിമർശനമാകാം, നശീകരണമാകരുത്. വികസനങ്ങളെ തകർക്കാൻ ശ്രമിക്കരുത്. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. മാധ്യമങ്ങൾ അനിവാര്യരാണെന്നും സത്യം വിളിച്ചു പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണഘടന പറയുന്ന അവകാശങ്ങളുണ്ട്. ഭരണഘടന മാറ്റിത്തീർക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നല്ല. ഭരണഘടന ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മെജോറിറ്റേറിയനിസം വെച്ച് മാറ്റിത്തീർക്കാൻ സാധ്യതയുണ്ട് എന്ന് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ കേശവാനന്ദ ഭാരതി കേസിനകത്ത് വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞത് ബേസിക് സ്ട്രക്ചർ ഡോക്യുമെന്റ് അടിസ്ഥാന ശല മാറ്റാൻ ആർക്കും പറ്റൂല. ഏതെങ്കിലും ഘട്ടത്തിൽ ആർക്കെങ്കിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ആ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭരണഘടന മാറ്റാൻ സാധിക്കില്ല. ഇപ്പൊ 1 നേഷൻ 1 ഇലക്ഷൻ ഇങ്ങനെ വെറുതെ ഒരു പ്രൊപ്പഗൻഡ നടപ്പാവില്ല. കാരണം കൃത്യമായി 300 ചില്ലാൻ ആളുകളുടെ 369 പേരുടെ പിൻബലമാണ് നടപ്പിലാക്കുന്നത്. എങ്ങനെ 1 നേഷൻ 1 ഇലക്ഷൻ നടപ്പിലാക്കാൻ സാധിക്കും? ഇന്ത്യയെ കുറിച്ച് നമ്മൾ പഠിച്ചത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതല്ലേ നമ്മൾ പഠിച്ചത്. നാനാത്വത്തിൽ ഏകത്വം, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്നവർ, വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കുന്നവർ, വ്യത്യസ്ത ജാതികളുള്ളവർ. അതുകൊണ്ട് 1 നേഷൻ 1 ഇലക്ഷൻ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നവർക്ക് അത് ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അത് ഈ രാജ്യത്തെ ജനങ്ങളെ ചെറുത്തോൽപ്പിക്കും. PTI ജനറൽ മാനേജറായിരുന്ന P. ഉണ്ണികൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് മനോരമ ന്യൂസിലെ BL അരുണും പ്രശസ്ത സ്പോർട്സ് ലേഖകനായിരുന്ന PA മുഹമ്മദ് കോയ എന്ന മുഷ്താഖിന്റെ പേരിൽ KDFAയുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയ മുഷ്താഖ് അവാർഡുകൾ മാതൃഭൂമി റിപ്പോർട്ടർ T. സൗമ്യ, മലയാള മനോരമ ഫോട്ടോഗ്രാഫർ ആറ്റ്ലി ഫെർണാണ്ടസ് എന്നിവർ ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ P. പ്രജിത്ത് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. KUWJ സംസ്ഥാന പ്രസിഡന്റ് KP റേച്ചി, KDFA സെക്രട്ടറി ഷാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി PV ജോഷില നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന് കൂടുതൽ കരുത്തും